അപ്പൊ ഇന്ന് ഞാൻ കോടതിയിൽ സ്റ്റേക്ക് വേണ്ടി പോയിട്ടുണ്ട്. കാരണം കോടതിയെ ഞാൻ കൊടുത്ത പെറ്റീഷൻ പരിഗണിക്കാൻ പോകുമ്പോഴാണ് അതിന് കാത്തിരിക്കാതെ ED വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നു. അത് കോട്ടലക്ഷ്യമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ഇന്ന് സ്റ്റേ പെറ്റീഷൻ കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോ EDയുടെ പണി ചെയ്യട്ടെ, നമ്മള് നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും. ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ നേരിട്ട് പോയി കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് സാധാരണ തരത്തിൽ മടിയുണ്ടോ, അതോ ഭയമാണ്? ഭയത്തിന്റെ പ്രശ്നമൊന്നും തോന്നിയിട്ടുണ്ടോ? മടിയുണ്ട്. എന്താ മടിയുടെ കാരണം? ആദ്യം ED ഒന്ന് പറയട്ടെ, എന്തിനാ വിളിപ്പിക്കുന്നത്? അത് പറയാതെ എന്തോ കുറ്റം ചെയ്തിട്ടുണ്ടാവാം, അത് ഞങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിച്ചാലേ അതെന്റെ അവകാശത്തിന് മേലുള്ള കയ്യേറ്റമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവകാശം സംരക്ഷിക്കാനായിട്ട് ചെറുത്ത് നിൽക്കും. പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ല. EDയോട് എന്ത് കാര്യം? ED BJPയുടെ ഒരു ഏജൻസി മാത്രമായി അധപതിച്ചിരിക്കുകയാണ്, ഇന്ത്യ മുഴുവൻ. അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ട് തന്നെ ചെറുക്കും. അതുകൊണ്ട് കോടതിയിൽ മൂവ് ചെയ്യുന്നു. ഇപ്പൊ കോടതി പറയണല്ല നിങ്ങൾ ചെല്ലണം, ചെല്ലും. ED തുടർച്ചയായിട്ട് അങ്ങേക്ക് നോട്ടീസ് നൽകുന്നു, അങ്ങ് ഹാജരാകാതിരിക്കുന്നു. സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ അങ്ങയെക്കുറിച്ച് അങ്ങ് എന്തോ കണ്ട് ഭയപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നത്. പൊതുസമൂഹത്തിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പൊതുസമൂഹത്തിന് മുന്നിൽ ഈ കിഫ്ബി വഴി നടന്നിട്ടുള്ള സ്കൂളുകള്, ആശുപത്രികള്, റോഡുകള്, പാലങ്ങള്, ഇതൊക്കെയാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. അങ്ങനെയൊക്കെ കേരളം നന്നാത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ CAGയും EDയും ഇൻകം ടാക്സുകാരും എല്ലാരും കൂടി ഇറങ്ങിയിരിക്കുക എന്നാ ജനങ്ങൾ കാണുന്നത്. അപ്പൊ ജനങ്ങളോട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാ ഞങ്ങള് ഇതിനെ ചെറുക്കുന്നത്. പുതിയൊരു ഏജൻസി കൂടി വന്നിട്ടുണ്ട്, SFIO. അതുകൊണ്ട് വരട്ടെ, വരട്ടെ, എല്ലാ ഏജൻസികളും വന്നോട്ടെ. ഇന്ന് ഡൽഹി കണ്ടല്ലോ സമരം. അവിടെ കെജ്രിവാൾ വന്ന്, ബാക്കി പാർട്ടികൾ വന്ന്, എല്ലാരും വന്നു. UDFകാർ മാത്രമില്ല. ഈ UDFന്റെ നിലപാട് മൂലം ഡൽഹിയിൽ സമരം ചെയ്യുന്ന ദീദി കർണാടകക്കാർ തലേ ദിവസമാക്കി. ഇതാണ് UDFന്റെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചെറുക്കുന്നത്, തുറന്നു കാണിക്കുന്നത്. കാരണം അത്രക്ക് അന്ധമായിട്ടുള്ള സർക്കാർ വിരോധം. കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പോലും മുന്നോട്ട് വരാൻ തയ്യാറില്ല. അതിന് മറ്റ് സംസ്ഥാനങ്ങൾ അവർ തയ്യാറായാൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടി ഇടപെടാം. ഈ നേതാക്കന്മാരുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജ് എടുത്ത് നോക്ക്. എവിടെയെങ്കിലും കർണാടക അവിടെ ഇന്നലെ സിദ്ധാരാമയ്യ സമരം ചെയ്യുന്നതിന് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്? പേടിയാ. അങ്ങനെ കർണാടക സമരം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ LDFന് അനുകൂലമാവോ എന്ന് ചിന്തിച്ചിട്ട് മാറി നിൽക്കുന്ന രാഷ്ട്രീയമാണ് UDFന്റെ രാഷ്ട്രീയം. ഞാൻ കോടതിയിൽ സ്റ്റേക്ക് മൂവിരിക്കുകയാണ്. കോടതി പറയട്ടെ.